നമസ്കാരം. പ്രൈം ടൈം ഫുട്ബോളിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 9 വർഷത്തിന് ശേഷം യുണൈറ്റഡ് ആൻഫീൽഡിൽ ചെന്ന് ലിവർപൂളിനെ പഞ്ഞിക്കിട്ട ദിവസം. ഓരോ യുണൈറ്റഡ് ആരാധകനും സന്തോഷപൂർവ്വം ഉറങ്ങിയ ദിവസം. നമുക്ക് അഹങ്കരിക്കാം. കാരണം നമ്മളെ അത്രമേൽ ക്രൂശിക്കപ്പെട്ട ഒരു ടീമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്നത്. അതിന് കാരണം ഈ പണ്ഡിറ്റുകളായ ഒരുപാട് ആളുകളുണ്ട്. ടിം ഷെർവുഡ്, ഇവരുടെ തന്നെ ആളുകളായ ഗ്യാരി സൗനസ്, ജെമി കാരിഗർ, അങ്ങനെ പറയുന്ന കുറച്ച് ആളുകളുണ്ട്. ജെമി കാരിഗർ നല്ല വിളിക്കണ്ടേ, ജെമി ബെർഗർ എന്ന് വിളിക്കണം. അങ്ങനെ നമ്മളെ അടിച്ചാക്ഷേപിക്കാനും ഇടിച്ചു താത്താനും ശ്രമിച്ച ഒത്തിരി പണ്ഡിറ്റുകളുണ്ട്. ആൻഫീൽഡിൽ ചെന്ന് ഒരു പോയിൻ്റ് പോലും കിട്ടില്ല എന്ന് പറഞ്ഞവരുണ്ട്. അവരുടെ എല്ലാം മുഖത്ത് നോക്കിയിട്ട് നമുക്ക് ആഘോഷിക്കാം. ഓരോ യുണൈറ്റഡ് ഫാൻസിനും ഇന്ന് ആഘോഷിക്കാം. അപ്പം നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. അപ്പം യുണൈറ്റഡ് ആദ്യത്തെ മിനിറ്റിൽ തന്നെ ഗോളടിച്ചു. ആദ്യത്തെ മിനിറ്റിൽ തന്നെ ഗോളടിച്ചപ്പോൾ തന്നെ ലിവർപൂളിൻ്റെ കയ്യിൽ നിന്ന് പോയി. കാരണം ആദ്യം ഗോളടിച്ചു കഴിഞ്ഞാൽ ലിവർപൂളിന് ആ മിഡ്ഫീൽഡ് ഭയങ്കര ഒരു ഷെയ്ക്കായിട്ട് എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെയായിരുന്നു. അപ്പം എംബ്യൂമോയാണ് ആദ്യത്തെ ഗോൾ അടിച്ചത്. റൂബൻ അമോറിമിൻ്റെ ടാക്ടിക്സ് ഇന്നെന്ന് പറയുന്നത് സിമ്പിളായിരുന്നു. ഹൈ പ്രസ് ചെയ്യാതിരിക്കുക, ബാക്കി സിറ്റ് ചെയ്യുക, നമുക്ക് കിട്ടുന്ന ചാൻസ് എത്രയാണോ കിട്ടുന്ന ചാൻസ് മാത്രം അടിച്ചാൽ മതി. അതിനത് ഹൈ പ്രസ് വേണ്ട, ഓവർ അറ്റാക്ക് വേണ്ട, ഒന്നും വേണ്ട. പിന്നെ ലിവർപൂളിൻ്റെ അറ്റാക്ക് വരുമ്പോൾ കോഡി ഗ്യാപ്കോയുടെ സൈഡിൽ നിന്നും സലയുടെ സൈഡിൽ നിന്നും ക്രോസ് വരും. ആ ക്രോസ് എങ്ങനെയും ഹെഡ് ചെയ്ത് മാറ്റുക. അത്രേ ഉണ്ടായിരുന്നുള്ളൂ റൂബൻ അമോറിമിൻ്റെ ടാക്ടിക്സ്. അതിൻ്റെ അത് വലിയ ഹൈ ലെവൽ ഐക്യമുള്ള ടാക്ടിക്സോ ഒന്നുമില്ലായിരുന്നു. ബോൾ പൊസഷനോ അതൊന്നുമില്ലായിരുന്നു. ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് 3 points ആണ്. 3 points ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതെന്താണേലും യുണൈറ്റഡിന് കിട്ടി. അതെങ്ങനെയോ കളിച്ചോ, എങ്ങനെ വേണേലും കളിച്ചാലും കുഴപ്പമില്ല. 3 points കിട്ടി. ലിവർപൂളിന് ചാൻസ് ഉണ്ടായിരുന്നു. 2 തവണ ബാറിൽ തട്ടിപ്പോയി. ലിവർപൂൾ ചാൻസ് മിസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്തും ആയിക്കൊള്ളട്ടെ. നമ്മളും നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. നമ്മളും നന്നായിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ഡിഫെൻസ് ചെയ്തിട്ടുണ്ട്. ആകെ മിഡ്ഫീൽഡിൽ നമ്മൾ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ബോൾ ഒത്തിരി ലൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ലൂസ് ചെയ്ത കാരണത്താലാണ് ലിവർപൂൾ അറ്റാക്ക് ചെയ്തത്. പിന്നെ സെനെ ലാമൻസിനോട് റൂബൻ അമോറിം പറഞ്ഞിട്ടുണ്ടായിരിക്കും, ബോള് ബാക്കിലുള്ള കളിയൊന്നും വേണ്ട, ലോങ് ഷോട്ട് എടുത്തോളുക. സെസ്കോ ഉണ്ടോ ആരുണ്ടോ അതൊന്നും നോക്കണ്ട, അവർ ഏരിയൽ ഡ്യൂവൽ വിൻ ചെയ്യുമോ അതൊന്നും നോക്കണ്ട, ബോള് ലോങ് എടുത്തോളുക, അതുമാത്രം ചെയ്താൽ മതി. ഇതിൻ്റെ അത് സെനെ ലാമൻസിൻ്റെ ഒരു ഗോൾ കീപ്പിംഗ് എബിലിറ്റി നമ്മുടെ ഫ്യൂച്ചറാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് ഗോൾ കീപ്പർ എന്ന് തന്നെ പറയാം. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. സലയ്ക്ക് ബോക്സിൽ കിട്ടിയൊരു ചാൻസ്. അപ്പം സലയ്ക്ക് ബോൾ കിട്ടിയപ്പോൾ തന്നെ സെനെ ലാമൻസ് കയറി വന്ന് അവിടെ ബോക്സ് കവർ ചെയ്ത് കളഞ്ഞു. അതാണ് സല ബോൾ പുറത്തേക്ക് അടിച്ചത്. അവിടെ നമ്മുടെ ഓമന ആയിരുന്നെങ്കിൽ അത് ഷുവർ ഗോളാണ്. പുള്ളി ആ ബോക്സിലേ നിൽക്കത്തുള്ളൂ. അത് വല്ല ഡിഫ്ലക്ഷനൊക്കെ ആയോ അങ്ങനെയൊക്കെ ഗോൾ കയറിയാൻ. സെനെ ലാമൻസ് വന്ന് അത് കവർ ചെയ്തുകൊണ്ടാണ് അത് ഗോൾ കയറായിരുന്നത്. അത് ഒരു ബെസ്റ്റ് ഗോൾ കീപ്പിംഗ് ആയിട്ടുള്ള ഇതാണ്. ഈ സെയിം സാധനമാണ് ആലിസൺ ബക്കർ കാണിക്കുന്നത്. അങ്ങനെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി അവിടെ കവർ ചെയ്യും. അതുപോലെയാണ് സെനെ ലാമൻസ് നന്നായിട്ട് തന്നെ കളിച്ചു, ഒരു പ്രശ്നവും ഇല്ല. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഒരു നല്ലൊരു ഗോൾ കീപ്പർ വന്നപ്പം യുണൈറ്റഡിൻ്റെ ഡിഫെൻസ് ഷെയ്ക്ക് ആകുന്നില്ല, ഈസി ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്നത്. അത്ര വലിയ കോർണർ വന്നാലും ഒന്നും വന്നാലും ഒരു പ്രശ്നവും ഇല്ല, എല്ലാം നന്നായിട്ട് ചെയ്യുന്നു. ഇപ്പം എന്താ പറയുക, നമുക്ക് വീക്ക്നെസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ വീക്ക്നെസ് ഉണ്ടായിരുന്നു. നമ്മൾ മിഡ്ഫീൽഡിൽ ഒത്തിരി ബോൾ ലൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു പ്രശ്നവും ഇല്ല. 3 points കിട്ടി. അതിൽ നമ്മുടെ ഹാരി മഗ്വയർ എന്താ പറയുക, എപ്പോഴും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനേജർമാരെ എല്ലാം രക്ഷിച്ചെടുക്കുന്നത് ഹാരി മഗ്വയറാണ്.
ടെൻഹാഗ് മുതൽ നമ്മുടെ ആരെ എടുത്തു കഴിഞ്ഞാലും ഹാരി മഗ്വയറാണ് രക്ഷിച്ചത്. ഹാരി മഗ്വയറിൻ്റെ ഒരു റിഡംഷൻ എന്ന് പറയാം. കഴിഞ്ഞ സീസണിൽ ആൻഫീൽഡിൽ അവസാനത്തെ മിനിറ്റിൽ ആ ബോള് പുറത്തേക്ക് അടിച്ച് കളഞ്ഞതിനുള്ള ഒരു റിഡംഷൻ എന്ന് തന്നെ പറയാം ഈ ഗോൾ. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഒരു നിപ്പുണ്ട്, യുണൈറ്റഡ് ഫാൻസിൻ്റെ മുമ്പിൽ പുള്ളിയുടെ ഒരു നിപ്പുണ്ട്, ഞാനിവിടെ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പഴി കേട്ട ഒരു പ്ലെയർ ഈ ആരും കാണത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പോർട്സ് കൗൺസിലും സ്പോർട്സ് അക്കാദമിയിലൊക്കെ ഹാരി മഗ്വയറിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ക്ലാസ് എടുത്തു കൊടുക്കണം. പുള്ളീനെ പരിഹസിച്ച പോലെ ഇംഗ്ലീഷ് മാധ്യമങ്ങളും ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളും എല്ലായിടത്തും പരിഹസിച്ച ഒരാളാണ് ഹാരി മഗ്വയർ. ആ ആളാണ് ഇന്ന് യുണൈറ്റഡിനെ 9 വർഷത്തിന് ശേഷം ആൻഫീൽഡിൽ വിജയ ഗോൾ അടിക്കുന്നത്. പുള്ളിനെ എത്ര തവണ എന്താ പറയുക, പുള്ളിനെ എത്ര തവണ നമ്മൾ കൈയടിച്ചാലും അത് മതി വരത്തില്ല. അതുപോലെ നമ്മളെ രക്ഷിച്ചെടുത്ത ഒരു പ്ലെയറാണ്. ഒളിമ്പിക് മാഴ്സയ്ക്കെതിരെയുള്ള ഹെഡർ, ഇപ്പം ആൻഫീൽഡിൽ ഹെഡർ. ഹാരി മഗ്വയർ ഒരു ആ ക്യാപ്റ്റൻ ആംബാൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇച്ചിരി കൂടെ നന്നായേനെന്ന് എനിക്ക് തോന്നുന്നു. ആ ക്യാപ്റ്റൻ ആംബാൻ്റൊക്കെ ഇട്ട് യുണൈറ്റഡ് ഫാൻസിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ നിപ്പ്, ഇപ്പോൾ ക്യാപ്റ്റൻ ആംബാൻ്റെ ഇല്ല, കുഴപ്പമില്ല. എന്നാലും പുള്ളിയാണ് നമ്മുടെ ഡ്രസ്സിങ് റൂമിലെ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയാണ് നമ്മുടെ ഡ്രസ്സിങ് റൂമിലെ ലീഡർ, കംപ്ലീറ്റ് ലീഡർ. അപ്പം നമുക്ക് ആഘോഷിക്കാം, നമുക്ക് അർമാദിക്കാം. ഇന്ന് ആൻഫീൽഡ് നമ്മൾ ജയിച്ചിട്ട് വന്ന ദിവസമാണ്. നമ്മളെ കളിയാക്കി ഒത്തിരി പേരുണ്ട്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, ഒരു ഫണ്ണി തിങ്, ഞാൻ മറ്റേ ലണ്ടനിൽ ഇവിടെയുള്ള പബ്ബിലിരുന്നാണ് ഞാൻ നോർമലി കളി കാണുന്നത്. അപ്പോൾ കളി കണ്ടപ്പോൾ ഞാൻ നോക്കിയപ്പം യുണൈറ്റഡ് ഫാൻസ് അല്ലാത്ത ആളുകൾ, മറ്റേ ആഴ്സണലിൻ്റെയും ചെൽസിയുടെയൊക്കെ ഫാൻസ് നോക്കിയപ്പം എന്തുവാ യുണൈറ്റഡിന് ഭയങ്കര സപ്പോർട്ട്. വെറുതെ അല്ല, ആഴ്സണലിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 19 പോയിൻ്റ്, ഇന്ന് ലിവർപൂൾ ജയിച്ചാൽ 18 പോയിൻ്റ് ആവും. അപ്പം ടൈറ്റിൽ റേസ് ഒന്നുകൂടെ ഓണാവും, പിന്നെ ഗ്യാപ്പ് കുറയും, അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്താ പറയുക, എല്ലാ ഫാൻസും ഇത് ആഗ്രഹിച്ചിരുന്നു, യുണൈറ്റഡ് ജയിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അത് അവരുടെ ഇതിന് വേണ്ടിയിട്ടാണ്. എങ്കിൽ പോലും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം. നമുക്കിനി അടുത്ത ആഴ്ച ബ്രൈറ്റണായിട്ട് ഹോം മത്സരമാണ്, അതും ജയിക്കട്ടെ. ആ മൊമെൻ്റം ഇങ്ങനെ കീപ്പ് ചെയ്ത് തന്നെ പോട്ടെ. ആ പ്ലെയേഴ്സിനെ എന്താ പറയുക, പ്ലെയേഴ്സിന് ഇതൊരു മോട്ടിവേഷൻ ആവട്ടെ. ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് സ്വയമേ മോട്ടിവേറ്റ് ചെയ്ത് ഇനിയുള്ള മത്സരങ്ങളെല്ലാം ജയിച്ച് ഒരു ടോപ്പ് 4 ഫിനിഷ് ചെയ്യാൻ പറ്റട്ടെ. അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ പ്രീമിയർ ലീഗ് അടിക്കുമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. നമുക്ക് വേണ്ടത് ടോപ്പ് 4 ആണ്. അടുത്ത വർഷം ചാമ്പ്യൻസ് ലീഗ് കളിക്കുക. ചാമ്പ്യൻസ് ലീഗിൽ ആ കളി കാണാൻ നമ്മളെല്ലാം അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നടക്കട്ടെ. അപ്പോൾ ആൻഫീൽഡിൽ നമ്മൾ ജയിച്ച പോലെ അപ്പോൾ ഒന്നും നടക്കില്ല എന്ന് വിചാരിച്ചാലും നടക്കും. അപ്പോൾ ഇതെല്ലാം ടോപ്പ് 4 എത്തുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.